യു.എസ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ സംവാദത്തിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് ധരിച്ചിരുന്ന കമ്മലിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ച. ബ്ലൂടൂത്ത് ഘടിപ്പിച്ച കമ്മലാണ് കമല ഹാരിസ് ധരിച്ചിരുന്നതെന്നാണ് എക്സിൽ നിരവധി പേർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംവാദത്തിനിടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ബ്ലൂടൂത്തിലൂടെ ലഭിച്ചുവെന്നാണ് ട്രംപ് അനുകൂലികൾ അവകാശപ്പെടുന്നത്. നോവ H1 ഓഡിയോ കമ്മലിനോട് സാമ്യമുള്ള ഈ കമ്മലുകൾ വയർലെസ് ഇയർഫോണുകളായി പ്രവർത്തിക്കാവുന്നവയാണെന്നാണ് ഇക്കൂട്ടരുടെ അവകാശവാദം. അതേസമയം കമല ഹാരിസ് ധരിച്ചിരുന്നത് ടിഫാനി ഹാർഡ്വെയർ പേൾ കമ്മലായിരിക്കാമെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. നോവ H1 ഓഡിയോ കമ്മലുകളുടെ ഡിസൈൻ ഇങ്ങനെയല്ലെന്നും ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹാരിസ് ധരിച്ചിരുന്നതിന് സമാനമായ ടിഫാനി കമ്മലുകളുടെ ചിത്രവും എക്സിൽ ഒരാൾ പോസ്റ്റ് ചെയ്തു. $3,300 മുകളിലാണ് ഈ കമ്മലുകളുടെ വില. പക്ഷേ നിലവിൽ ടിഫാനിയുടെ വെബ്സൈറ്റിൽ അവ വിൽപ്പനയ്ക്കില്ല. സോഷ്യൽ മീഡിയയിലെ ചർച്ചകളല്ലാതെ കമല ഹാരിസ് ബ്ലൂടൂത്ത് ഘടിപ്പിച്ച കമ്മലാണ് ഉപയോഗിച്ചുവെന്നതിന് വിശ്വസനീയമായ തെളിവുകളൊന്നുമില്ല. അതിനിടെ കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച് ടെയ്ലർ സ്വിഫ്റ്റ് രംഗത്തെത്തിയതും ഏറെ ചർച്ചയാകുന്നുണ്ട്. യു.എസ്. പ്രസിഡൻഷ്യൽ ഡിബേറ്റിന് തൊട്ടു പിന്നാലെ ടെയ്ലർ സ്വിഫ്റ്റ് പങ്കിട്ട ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന യോദ്ധാവായിരിക്കുമെന്നാണ് കുറിച്ചത്. ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്ക് കഴിയുന്നതെല്ലാം കാണാനും വായിക്കാനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഞാൻ കമല ഹാരിസിനും ടിം വാൾസിനും വോട്ട് ചെയ്യും എന്നാണ് സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച ടെയ്ലർ സ്വിഫ്റ്റ് തൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. കമല ഹാരിസ് ശാന്തതയും കഴിവും ഒത്തിണങ്ങിയ ഒരു നേതാവാണെന്നാണ് ഞാൻ കരുതുന്നത്. അരാജകത്വത്തിന് പകരം ശാന്തതയാൽ നയിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കുറിച്ചുകൊണ്ട് തൻ്റെ പാത പിന്തുടർന്ന് വോട്ട് രേഖപ്പെടുത്താൻ ടെയ്ലർ സ്വിഫ്റ്റ് തൻ്റെ ആരാധകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആഗസ്റ്റിൽ ടെയ്ലർ സ്വിഫ്റ്റും ആരാധകരും തന്നെ പിന്തുണയ്ക്കുന്നുവെന്ന് സൂചിപ്പിച്ച് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ വ്യാജ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതാണെന്ന് ടെയ്ലർ സ്വിഫ്റ്റ് വ്യക്തമാക്കി. ഏകദേശം 2 പതിറ്റാണ്ടുകളിലായി ടെയ്ലർ സ്വിഫ്റ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. എങ്കിലും 2018 ടെന്നൻസിയിൽ നിന്നുള്ള 2 ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾക്ക് അവർ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ടെയ്ലർ സ്വിഫ്റ്റ് ഡെമോക്രാറ്റിക് നയങ്ങൾക്കായി പരസ്യമായി വാദിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന വ്യക്തി കൂടിയാണ് ടെയ്ലർ സ്വിഫ്റ്റ്.